ഹായ് ഫ്രണ്ട്സ്, ഞങ്ങൾ ഇന്ന് വയനാട്ടിലേക്ക് പോവാണ്. ഞങ്ങൾ ഫാമിലി ആയിട്ടാണ് പോണത്. അപ്പൊ വയനാട്ടിലെ കാഴ്ചകളൊക്കെ ഒന്ന് കണ്ടോ. അങ്ങനെ ഞങ്ങൾ പോകാനുള്ള ഡ്രസ്സൊക്കെ പാക്ക് ചെയ്ത് വണ്ടിയിൽ എടുത്തു വെക്കുകയാണ്. ഞങ്ങൾ ഇനി 2-3 ദിവസം കഴിഞ്ഞിട്ടൊക്കെ വരുള്ളൂ. അപ്പൊ അച്ഛന് പശുക്കുട്ടിയൊക്കെ ഉള്ളതുകൊണ്ട് വരാൻ കഴിഞ്ഞില്ല. വയനാട്ടിൽ അമ്മേന്റെ മാമനും മാമന്റെ ഫ്രണ്ടിനും ഹോം സ്റ്റേ റിസോർട്ട് ഉണ്ട്. അപ്പൊ ആദ്യം ഞങ്ങൾ അങ്ങോട്ടാണ് പോണത്. കാര്യമായിട്ട് ഞങ്ങൾ 2-3 ദിവസം അവിടെ എല്ലാരും കൂടെ ഒന്ന് തങ്ങാന്ന് വിചാരിച്ചു. കൂട്ടത്തില് വയനാട്ടിലെ 2-3 സ്ഥലം ഒന്ന് കാണാന്ന് കരുതി. ഇപ്പൊ ഞങ്ങൾ ചുരം കയറിക്കൊണ്ടിരിക്കുകയാണ്. പനമരത്താണ് മാമന്റെ ഒക്കെ റിസോർട്ട് ഉള്ളത്. റിസോർട്ടിൽ എത്തനാട്ടി മുന്നേ ഞങ്ങൾ ആദ്യം പൂക്കോട് തടാകത്തിലാണ് പോയത്. അങ്ങനെ ഞങ്ങൾ പൂക്കോട് തടാകത്തിലെത്തി. ഉള്ളിലേക്ക് കയറാനുള്ള ടിക്കറ്റ് മാമ എടുത്തുകൊണ്ടിരിക്കുകയാണ്. ഞങ്ങൾ അവിടുന്ന് പോപ്കോണൊക്കെ വാങ്ങി. പക്ഷെ അവിടെ കുറച്ച് കുരങ്ങന്മാരുണ്ടായിരുന്നു. അവരെ ഞങ്ങളെ കഴിക്കാനൊന്നും സമ്മതിച്ചില്ല. അപ്പോൾ ഞങ്ങൾ ആദ്യം അവർക്ക് കുറച്ചൊക്കെ കൊടുത്തതിൻ്റെ ശേഷമാണ് കഴിച്ചത്. പൂക്കോട്ട് തടാകത്തിൽ ബോട്ടിന്റെ ടിക്കറ്റിന് വേണ്ടി വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ്. 7 പേരെ കൊള്ളുന്ന ബോട്ടുണ്ട്. അപ്പോൾ അത് നമ്മൾ തുഴയൊന്നും വേണ്ട, അവിടെ ഉള്ളവർ തുഴഞ്ഞു തരും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞങ്ങൾ വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. ഇതുകൂടാതെ 4 പേര് 2 പേരൊക്കെ കൊള്ളുന്ന ബോട്ടുണ്ട്. അത് നമ്മൾ തന്നെ ചവിട്ടി കൊടുക്കണം. അപ്പോൾ ഞങ്ങൾ ആ വെയിറ്റ് ചെയ്തിരിക്കുന്ന ടൈം കൊണ്ട് അവിടെയൊക്കെ ഒന്ന് ചുറ്റി കണ്ടു. ചുറ്റി കാണേണ്ടവർക്ക് ഒരുപാട് ദൂരം ചുറ്റി കാണാനുണ്ട്. പക്ഷെ ഞങ്ങൾ നടക്കാൻ മടിച്ചിട്ട് പകുതി വരെ പോയി തിരിച്ചു പോന്നു. ഞങ്ങൾ കയറാൻ വിചാരിച്ച ബോട്ട് 2:30-ക്കാണ് ഉണ്ടായിരുന്നത്. അപ്പോൾ കുട്ടികൾക്കൊക്കെ വിശന്നപ്പോൾ ഞങ്ങൾ അതിൽ കയറിയില്ല. പക്ഷെ ബോട്ടിൽ കയറാതെ കുട്ടികളൊന്നും അവിടെ നിന്ന് പോരുന്നില്ല. അതുകൊണ്ട് ഞങ്ങൾ 4 പേര് അടങ്ങുന്ന 2 ബോട്ട് എടുത്തു. പിന്നെ അമ്മമ്മയും അമ്മച്ചനൊന്നും ബോട്ടിൽ കയറിയില്ല. അതുകൊണ്ട് ഞങ്ങൾ 2 ബോട്ടേ എടുത്തുള്ളൂ. സച്ചു ലച്ചും ചെറിയ മാമൻ്റെ ഒക്കെ കൂടെ ഒരു ബോട്ടിൽ കയറി. ഞാനും അമ്മയും വലിയ മാമൻ്റെ ഒക്കെ കൂടെ മറ്റേ ബോട്ടിൽ കയറി. അപ്പോൾ ബോട്ട് കയറാനായിട്ട് മുന്നേ ലൈഫ് ജാക്കറ്റൊക്കെ ഇടണം. അപ്പം എല്ലാവരും അത് ഇട്ടുകൊണ്ടിരിക്കുകയാണ്. സച്ചു ലച്ചൊക്കെയാണ് ആദ്യം പോയത്. അതിൻ്റെ ബാക്കിലാണ് ഞങ്ങൾ പോയത്. ഹലോ, നല്ല അടിപൊളി യാത്ര തന്നെയായിരുന്നു ഈ ബോട്ട് യാത്ര. എല്ലാവരും നന്നായിട്ട് എൻജോയ് ചെയ്തു. അവിടുന്ന് പിന്നെ ഞങ്ങൾ നേരെ റിസോർട്ടിലേക്ക് തിരിച്ചു. പോകുന്ന വഴിയിൽ അവിടെ ഒരു തേയിലത്തോട്ടം കണ്ടപ്പോൾ ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി. തേയിലത്തോട്ടം കാണാൻ പിന്നെ എല്ലാവർക്കും അറിയാലോ, ഒരു പ്രത്യേക ഭംഗിയാണല്ലോ. ഈ തേയിലത്തോട്ടത്തിന്റെ തൊട്ടടുത്തൊരു ടീ ഫാക്ടറി ഉണ്ട്. പിന്നെ ഞങ്ങൾ അവിടെ ഒന്നും കയറിയില്ല. ഞങ്ങൾ ചെന്നപ്പോൾ കുറെ ചേച്ചിമാർ തേയിലൊക്കെ പറിച്ച് ചാക്കിലാക്കി കൊണ്ടുപോകുന്നതാണ് കണ്ടത്. ഞങ്ങൾ തേയിലത്തോട്ടത്തിൽ നിന്ന് പോവാണ്. റിസോർട്ടിൽ എത്തനാട്ടി മുന്നേ മാമൻ ഇവിടെ ഒരു പാടുണ്ട്. അപ്പൊ അവിടെ കൃഷിയൊക്കെ ചെയ്യുന്നുണ്ടെന്ന് പറഞ്ഞു. അപ്പൊ അത് കാണാനാണ് ഞങ്ങൾ ആദ്യം പോയത്. മാമന് ഇവിടെ നെല്ലൊക്കെ ഉണ്ടാക്കീന്. അപ്പൊ ഞങ്ങളത് കാണാൻ വന്നതാണ്. നാട്ടിലൊക്കെ നെൽകൃഷി കുറവായതുകൊണ്ട് തന്നെ കുട്ടികൾക്ക് ഈ കാഴ്ചയൊക്കെ കാണിച്ചു കൊടുക്കാന്ന് വിചാരിച്ചു. സച്ചൊക്കെ പിന്നെ പാടത്തിറങ്ങിയ സന്തോഷത്തിൽ തുള്ളിച്ചാടുകയാണ്. അവന് പിന്നെ പാടും ഈ ജീവികളൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. പാടത്തെ പച്ചപ്പൊക്കെ കണ്ടപ്പോൾ മനസ്സിന് വല്ലാത്ത കുളിർമ തോന്നി. അമ്മമ്മയ്ക്ക് പിന്നെ നടക്കാൻ വയ്യാത്തതുകൊണ്ട് കുറേ ദൂരമൊന്നും അമ്മമ്മ പോകുന്നില്ല. കുറച്ച് വർഷമായിട്ട് ഈ പാടത്ത് മാമന് നെൽകൃഷിയൊക്കെ തന്നെയാണ്. ഇവിടെ നെല്ലുണ്ടാക്കിയിട്ട് ഞങ്ങളൊക്കെ കൊണ്ടുവരാറുണ്ട്. ഇവിടെ പിന്നെ ആന ഇറങ്ങുന്ന ഏരിയ ആണ്. ഒരു വർഷം ഇവിടുത്തെ നെൽകൃഷിയൊക്കെ ആന ഇറങ്ങി നശിപ്പിച്ചിട്ടുണ്ടായിരുന്നു. അവിടെ ഇല്ലേ മുളച്ച് മുതലുണ്ട്. നടന്ന മുതല കരയെ കയറി കിടക്കും.
അപ്പൊ ഞങ്ങളോട് പായലുള്ള ഒരു കുളം ഉണ്ട്. ഇവിടെ പിന്നെ പായ നെയ്യുന്ന കൈതക്കൊണ്ട ഇഷ്ടം പോലെ ഉണ്ട്. അപ്പൊ ഞങ്ങളിങ്ങനെ തിരിച്ചു പോവാണ്. പാടൊക്കെ കണ്ടിങ്ങി തിരിച്ചു പോവാണ്. ഇത് 9 ഏക്കറിലുള്ള കൃഷിയാണ്. ഇവിടെ എല്ലാ കൊല്ലവും നെല്ലാണ് കൃഷി ചെയ്യല്. അങ്ങനെ പിന്നെ ഞങ്ങൾ റിസോർട്ടിലെത്തി. ഇവിടെ ആകെ പൊടിയൊക്കെ പിടിച്ച് കിടക്കുന്നു. അതൊക്കെ ഞങ്ങൾ തുടച്ച് വൃത്തിയാക്കി. ഇതിന്റെ പണിയൊന്നും പൂർത്തിയായിട്ടില്ല, ഇനി ഒരുപാട് പണിയുണ്ട്. ഞാൻ ജസ്റ്റ് ഇതിന്റെ ഉൾഭാഗമൊക്കെ ഒന്ന് കാണിച്ചു തരാം. കിച്ചൺ കൂടാതെ ഇതിന് മൊത്തം 7 റൂമുണ്ട്. ഇതിന്റെ ബാക്കിലൂടെ ഒരു പുഴ ഒഴുകുന്നുണ്ട്. അപ്പൊ ഞങ്ങൾ നാളെ രാവിലെ അതിലൊക്കെ ഒന്ന് പോയി ചാടാന്ന് വിചാരിച്ചു. ഇവിടെ പിന്നെ കനാല് പോലെ കെട്ടിയ സ്ഥലമുണ്ട്. അപ്പൊ നാളെ രാവിലെ ഞങ്ങൾ അവിടെ പോയിട്ട് കുളിക്കാന്നാ വിചാരിച്ചത്. അവിടെ പിന്നെ അധികം ആഴില്ലാത്തതുകൊണ്ട് തന്നെ ആളുകൾ കുളിക്കുന്ന സ്ഥലമാന്നൊക്കെ പറഞ്ഞു. നാട്ടിലിപ്പോൾ ഭയങ്കര ചൂടാണ്, പക്ഷെ ഇവിടെ രാത്രി നല്ല തണുപ്പാണ്. പിന്നെ ഇവിടെ ഇടയ്ക്കിടയ്ക്ക് മഴയൊക്കെ കിട്ടുന്നുണ്ട്. അതുകൊണ്ട് മുറ്റൊക്കെ പുല്ല് നിറഞ്ഞു കിടക്കാണ്. പിന്നെ ഇവിടെ ഗാർഡനും സ്വിമ്മിംഗ് പൂളും ഒന്നും സെറ്റ് ചെയ്തിട്ടില്ല, അതൊക്കെ സെറ്റ് ചെയ്യാനുണ്ട്. ബാൽക്കണി തുറന്നാൽ പിന്നെ ഇവിടെ പ്രത്യേക വൈബാണ്. അടിപൊളിയാണ് ഇവിടെ കാണാൻ. മുറ്റത്തിന് ചുറ്റും റബ്ബറാണ്. അത് കഴിഞ്ഞാൽ പിന്നെ നിറയെ പാടാണ്. പാടും പുഴയൊക്കെ ഉള്ളതുകൊണ്ടാണോ അത്ര തണുപ്പ് എന്നറിയില്ല. രാത്രി നല്ല തണുപ്പായിരുന്നു. രാത്രിക്കുള്ള ഫുഡൊക്കെ പിന്നെ ഞങ്ങൾ ഇവിടുന്ന് ഉണ്ടാക്കുകയാണ്. കിച്ചണിൽ പിന്നെ അടുപ്പും അത്യാവശ്യം പാത്രമൊക്കെ ഉള്ളതുകൊണ്ട് പിന്നെ ഞങ്ങൾ അതൊന്നും കൊണ്ടുവന്നിട്ടില്ല. പിന്നെ ഇതാ ഞങ്ങൾ രാത്രിത്തേക്ക് ചിക്കനൊക്കെ വാങ്ങിയിട്ടുണ്ട്. പിന്നെ ഞങ്ങൾ എല്ലാവരും ഫുഡൊക്കെ കഴിക്കുകയാണ്. ഇതിന് ശേഷം പിന്നെ ഡാൻസും പാട്ടും പിന്നെ കള്ളനും പോലീസും കളിയൊക്കെ ആയിട്ട് കുറേ നേരമായിട്ട് കിടന്നപ്പോൾ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. വരും വീഡിയോസ് ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്നതാണ്. അപ്പോൾ കാണാൻ എല്ലാവരും മറക്കല്ലേ.